മലയാള സിനിമയിലെ ശബ്ദമാന്ത്രികൻ, ആക്ടർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പ്രൊഫസർ അലിയാർ സാറാണ് എന്നോടൊപ്പമുള്ളത്. സാർ നമസ്കാരം. അധ്യാപകനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണോ ഇഷ്ടം, ഒരു നടനാണോ ഇഷ്ടം? ഈ സഫാരിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ക്ലാസ്സിൽ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഈ ശബ്ദവും അതിൻ്റെ ഒരു മോഡുലേഷനും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അത് വളരെ ഇഷ്ടപ്പെട്ടു. സിനിമയിലായാലും സീരിയലിലായാലും ഒരു കഥാപാത്രത്തിന് ഡബ് ചെയ്യുന്നു, ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നു. അതാണ് വേണ്ടത്. ഈ തിരുവനന്തപുരത്ത് എന്താവശ്യം മമ്മൂക്കിക്കുണ്ടെങ്കിലും ഫസ്റ്റ് കോൾ വരുന്ന അലിയാർ സാറിനാണ് കേട്ടതിൽ സത്യമാണ്. മമ്മൂക്കിയുമായിട്ടൊരു ബന്ധം എന്തായിരുന്നു? അയാൾ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കണം, അയാൾ കരയുമ്പോൾ ഞാൻ കരയണം, അയാൾ ക്ഷോഭിക്കുമ്പോൾ ഞാൻ ക്ഷോഭിക്കണം. ഇത്രയും അതുപോലെ ഇവിടെയും വന്നേ പറ്റുള്ളൂ. അല്ലെ സൗണ്ടിനൊരു മോഡുലേഷൻ കൂട്ടുവാനായിട്ട് ഒരു സിഗരറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു ശബ്ദം നിലനിർത്താൻ പ്രത്യേകമായി യാതൊന്നും ചെയ്യാത്ത ഒരാളാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്. മലയാള സിനിമയിലെ ശബ്ദമാന്ത്രികൻ, മലയാളി ഏത് പാതിരാത്രി കേട്ടാലും മറക്കാനാവാത്ത ശബ്ദത്തിനുടമ, ആക്ടർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം പ്രൊഫസർ അലിയാർ സാറാണ് എന്നോടൊപ്പമുള്ളത്. സാർ നമസ്കാരം. സാർ ഒത്തിരി സന്തോഷം കേട്ടോ, കാരണം നീണ്ട 40 വർഷം മലയാളികൾക്ക് സമ്മാനിച്ച ശബ്ദമെന്ന് പറയുന്നത് വലിയ സമ്മാനം തന്നെയാണ്. അത് കേൾക്കാൻ സാധിച്ചതിൽ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. സാർ, ഈ 40 വർഷത്തിൽ നിന്ന് പിന്നോട്ട് നോക്കുമ്പോൾ എന്താണ് പങ്കുവെക്കാനുള്ളൊരു സന്തോഷം? അല്ല, അതങ്ങനെ ഒരു ഇങ്ങനെയൊക്കെ ആകുമെന്നോ അല്ലെങ്കിൽ ഈ ശബ്ദം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ശബ്ദമായി മാറുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയൊന്നും അല്ല. തിരുവനന്തപുരത്ത് നാടകം കളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡബ് ചെയ്യേണ്ടി വന്നു. ഡബ് ചെയ്തപ്പോൾ കൊള്ളാമെന്ന് തോന്നി, അങ്ങനെ അങ്ങ് വന്നു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ ഈ ശബ്ദം ആളുകൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദം ഡബ്ബിങ്ങിന് പറ്റും എന്നൊരു തോന്നൽ വന്നതും ഈ ഡബ്ബിങ്ങിലോട്ട് വന്നതും എങ്ങനെയാണ്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നാടകം കളിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് വന്നിട്ട് നാടകം കളി, ഞങ്ങളൊരു നാടക സംഘം ഉണ്ടാക്കി അത് പ്രവർത്തിച്ചിരുന്നു. അത് നാടക സംഘത്തിൻ്റെ പേര് നാട്യഗ്രഹം എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സാരഥിയായിരുന്നത് നരേന്ദ്രപ്രസാദാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടക സംഘത്തിൽ ഞങ്ങളെല്ലാം കൂടെ തുടങ്ങിയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു കോളേജ് വർക്ക് ചെയ്യുമായിരുന്നു തിരുവനന്തപുരത്ത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ അന്തരിച്ചു പോയ നടൻ മുരളിയുണ്ട്, കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, MK ഗോപാലകൃഷ്ണൻ, MR ഗോപകുമാർ, MB ഗോപാൽ, PAM ബഷീർ, ഇങ്ങനെ കുറേ പേരില്ല പഠിക്കാം. വലിയൊരു ബെൽറ്റായിരുന്നു. കുറേ പേര് ആ നാടക സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വെച്ച് ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നു. ഞാനും മുരളിയൊക്കെ ആദ്യം അഭിനയിക്കുന്നത് എങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ 1-2 ചെറിയ വോയിസൊക്കെ ഡബ് ചെയ്ത് തുടങ്ങിയപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നുന്നതുകൊണ്ട് ആളുകൾ വിളിച്ചു. അങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ സാറിൻ്റെ വോയിസ് ആക്കിയതും അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ പതിപ്പിച്ചൊരു സിനിമ ഏതായിരിക്കും? അത് എനിക്കൊരു ബ്രേക്ക് കിട്ടുന്നത് മീനമാസത്തിലെ സൂര്യനാണ്. ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും നിങ്ങൾ ചോദിച്ചാൽ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്. മീനമാസത്തിലെ സൂര്യനിൽ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് തൂക്കിലേറ്റപ്പെടുന്നത്. ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ഒന്ന് നടൻ മുരളിയാണ്, ഒന്ന് വേണു നാഗവള്ളിയാണ്, ഒന്ന് കക്ക രവിയാണ്, ഒന്ന് വിജയ് മേനോനാണ്. ഈ 4 കഥാപാത്രങ്ങളും തൂക്കിലേറ്റപ്പെടുകയാണ് ഈ കഥയുടെ അവസാനം. അപ്പോൾ ഇതിൻ്റെ ഡബ്ബിങ് നടക്കുന്നു. മീനമാസത്തിലെ സൂര്യൻ എന്നാണ് സിനിമയുടെ പേര്. ലെനിൻ രാജേന്ദ്രനാണ് സംവിധായകൻ. ആ ഡബ്ബിങ്ങിൻ്റെ സമയത്ത് എന്നെ നടൻ മുരളിയാണ് ആദ്യം വിളിച്ചത്. ഫോൺ ഒരാളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ലെനിൻ രാജേന്ദ്രൻ്റെ ഫോൺ കൊടുക്കുന്നു. ലെനിൻ പറഞ്ഞു, സാർ വൈകിട്ട് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വരണം, ഒരു വോയിസ് ഒന്ന് നോക്കാനാണ് എന്ന് പറഞ്ഞു. ഞാനത് ആർട്സ് കോളേജ് വർക്ക് ചെയ്യാറ്. അപ്പോൾ വൈകിട്ട് കല്ലിയൂർ ശശി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്ന് എന്നെയും നരേന്ദ്രപ്രസാദിനെയും ഞങ്ങൾ 2 പേരെയും കൂടെ വിളിച്ചു കൊണ്ടുപോയി അവിടെ ചെന്ന്. അപ്പോൾ എനിക്ക് ആദ്യം ഡബ് ചെയ്യാൻ ഇട്ട ഒരു വേഷം വിജയ് മേനോൻ്റെ അയാൾ കൈകാര്യം ചെയ്തൊരു വേഷമാണ്. വിജയ് മേനോൻ അതിനകത്തൊരു പ്രേമമുണ്ട്, ശോഭനയായിട്ടുള്ളൊരു പ്രേമരംഗമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രംഗമാണ് ആദ്യം ഡബ് ചെയ്യാൻ വേണ്ടി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ തന്നെ ശരിക്കും പറഞ്ഞു, ഇത് ശരിയാക്കുമെന്ന് എനിക്ക് തോന്നുകയില്ല എന്ന് പറഞ്ഞെങ്കിലും ദേവദാസ് സാറായിരുന്നു മഹാനായ സൗണ്ട് എഞ്ചിനീയർ, അദ്ദേഹമാണ്. അപ്പോൾ അവരെന്നെ കൂടെ പറഞ്ഞൊന്ന് ചെയ്ത് നോക്കൂ, പറ്റുകയാണെങ്കിൽ എടുക്കാനില്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത് നോക്കി. ഒരു സീൻ ചെയ്തപ്പോൾ കുഴപ്പമില്ല, അവർക്ക് ഓക്കെ ആയിരുന്നു. ഓക്കെ ആയിട്ട് നാളെ മുതൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ നരേന്ദ്രപ്രസാദാണ് ആ സിനിമയിൽ കക്ക രവിക്ക് വേണ്ടി ഡബ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും. പിന്നെ വൈകുന്നേരത്തെ കോളേജിൽ നിന്ന് പിറ്റേ ദിവസമൊക്കെ വൈകുന്നേരം ആകുമ്പോൾ പോകും, ചിത്രാഞ്ജലിയിൽ പോയിട്ട് കുറച്ച് രാത്രിയൊക്കെ ഡബ് ചെയ്യും, തിരിച്ചു വരും. അങ്ങനെ ഒരു 3-4 ദിവസം കൊണ്ടാകും തീർത്ത. ഇന്നത്തെ പോലെ അല്ല.
ഇന്നിപ്പോൾ ഒരാളുടെ വേഷം ആ സീൻസ് എല്ലാം 1, 2 എന്നിങ്ങനെ വരുമല്ലോ. അന്നങ്ങനെയല്ല, ഓരോ റീൽ വന്നു കഴിഞ്ഞാൽ ആ റീലിൽ ഡബ് അങ്ങനെയൊക്കെ കുറേ സമയമെടുത്തൊക്കെയാണ്. അങ്ങനെയാണ് അത് ഡബ് ചെയ്തത്. അത് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി, പലരും വിളിച്ചു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് ഉൾപ്പെടെ നോക്കിയാലും ഒരു ഏഷ്യാനെറ്റ് പ്രൊഡക്റ്റ് തന്നെയായിരുന്നു സാറേ ശബ്ദം കൊണ്ട്. അല്ലാതെ അതിൻ്റെ കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ 85 മുതൽ ഇങ്ങോട്ട് ധാരാളമായിട്ട് ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇതുപോലെ ചില പബ്ലിക് പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ അതിൻ്റെ ഈ ആളുകളുടെ പ്രൊഫൈല് അതുപോലെയൊക്കെയുള്ള ചില സാധനങ്ങൾ വന്നപ്പോൾ അത് പറഞ്ഞു നോക്കിയപ്പോൾ കൊള്ളാമെന്ന് തോന്നി. അതിനേക്കാൾ മുമ്പ് ഏഷ്യാനെറ്റിനുള്ള ഒരു ചെറിയ കടപ്പാട്, അത് അന്ന് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലിരുന്നത് ശ്രീകണ്ഠൻ നായരാണ്. ആർ ശ്രീകണ്ഠൻ നായർ, ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ ചുമതലക്കാരൻ. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാംസ്, ഡെയിലി പ്രോഗ്രാംസ് അനൗൺസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പം ഈ റേഡിയോയിലെ പോലെ രാവിലെ 6:30 ഇന്ന പരിപാടി, 7 മണിക്ക് ഇന്നത് എന്നിങ്ങനെ ഡെയിലി ഉള്ള പ്രോഗ്രാംസ് അനൗൺസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് കുറച്ച് കൊള്ളാമെന്ന് തോന്നി കാണും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വന്നത്. പിന്നെയാണ് ഈ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ വന്നപ്പോൾ അത് ആളുകളുടെ പ്രൊഫൈല് അതൊക്കെ പറയുന്നതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞു വരുന്നതാണ്. അപ്പോൾ അത് 1, 2, 3 ഒക്കെ ചെയ്തപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നിയുകൊണ്ട് ധാരാളമായിട്ട് ആളുകൾ വിളിച്ചു. ഈ സഫാരിയിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? സഫാരി എനിക്ക് അങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ച് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അത് തുടങ്ങിയ അവസരത്തിൽ തന്നെ, അതായത് ഫസ്റ്റ് എപ്പിസോഡ് പോകുന്നതിന് മുമ്പ് തന്നെ സഫാരിയിൽ നിന്ന് അതിൻ്റെ പ്രോഗ്രാം ഹെഡ് രതീഷ് കുമാർ എന്ന് പറയുന്ന ആൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു ചാനൽ തുടങ്ങുന്നുണ്ട്, സാറിന് നമ്മുടെ ഒരു ശബ്ദം ഇതിൻ്റെ ബിഗിനിങ് മുതൽ 1-ലധികം പ്രോഗ്രാംസ് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അത് തിരുവനന്തപുരത്ത് തന്നെ ചെയ്തു തന്നാൽ മതി, അവിടെ ഏതെങ്കിലും സ്റ്റുഡിയോ അറേഞ്ച് ചെയ്യാം, അവിടെ ചെയ്ത് തന്നാൽ മതി, ഞങ്ങൾ മാറ്റർ അയച്ചു തരാം, വോയിസ് എടുത്ത് അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അന്ന് മുതൽ ഏർപ്പെടുത്തുക. ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും ഒരു എപ്പിസോഡ് പോലും മുടങ്ങിയിട്ടില്ല. ഇത്രയും നാളായിട്ട് അത് ചെയ്യുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമല്ലേ? ഏതാണ്ട് എനിക്ക് തോന്നുന്നു 14 വർഷത്തോളം ആകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇപ്പം ശബ്ദത്തിൻ്റെ അലിയാർ സാറിനെ എടുത്താലും പ്രൊഫസർ അലിയാർ സാറിനെ എടുത്താലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, അത് വേറൊരു തൊഴിൽ മേഖലയായിരുന്നു. ഞാനൊരു അധ്യാപകനായിരുന്നു തീർച്ചയായിട്ടും. 72 മുതൽ 2002 വരെ 30 വർഷം കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപകരായിരുന്നു. സർക്കാർ കോളേജ് ആയതുകൊണ്ട് പലപ്പോഴും ട്രാൻസ്ഫർ വരും. അങ്ങനെ അധ്യാപകനായിരുന്നു. അതൊരു നല്ല ജോലിയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിരുന്നു. മലയാളം തന്നെയായിരുന്നു? അതെ, മലയാളം അധ്യാപനം. മലയാള അധ്യാപകൻ എന്ന് പറയുമ്പം ഞാനാണെങ്കിൽ പോലും പലപ്പം ഉച്ചരിക്കുന്ന വാക്കുകൾ കറക്റ്റ് മലയാളമാകത്തില്ല. ഇപ്പം മംഗ്ലീഷ് എന്ന് പറയുന്ന പോലെ പലതും തെറ്റിപ്പോവും. അപ്പം സാറാണെങ്കിൽ പോലും പലരും തിരുത്തി കൊടുത്തിട്ടുണ്ടോ? ആ വാക്കിങ്ങനല്ല. അല്ലാതെ ഈ സ്ക്രിപ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ചില പ്രയോഗങ്ങൾ, ചിലപ്പോൾ ആ വാക്യത്തിൻ്റെ ഘടന ചിലപ്പോൾ ശരിയായിരിക്കില്ല. ഒരു വാക്ക് ചിലപ്പോൾ മാറ്റിയാൽ കൊള്ളാം, ചിലപ്പോൾ പകരം ഒരു വാക്ക് വെച്ചാൽ അതായിരിക്കും നല്ലത് എന്ന് ചിലപ്പോൾ സജഷൻ പറയാറുണ്ട്. അപ്പോൾ ഈ സാന്ദർഭികമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഈ മലയാളം അധ്യാപകനായത് എനിക്ക് ഈ മേഖലയിൽ നിൽക്കുന്നതിന് കുറച്ചുകൂടി ഗുണകരമായി. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ മലയാള സാഹിത്യം പഠിപ്പിക്കുന്ന ഒരാളാണ്, ഭാഷ പഠിച്ചിട്ടുള്ള അധ്യാപകൻ. ഡബിംഗ് ഗുണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. ഡബിങ്ങിനും ഈ പറയുന്ന ഈ കമൻട്രിക്കും ഒക്കെ വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലും തെറ്റാതെ ഉച്ചാരണം, ഇന്നത്തെ കാലത്തല്ല, ഞങ്ങളെ പഠിക്കുന്ന കാലത്ത് ഉച്ചാരണം തെറ്റിപ്പോയാൽ ഭയങ്കരമായിട്ട് അടി കിട്ടുന്ന ഒരു കാലം. അപ്പോൾ അങ്ങനെ നല്ല ഉച്ചാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലായിട്ടുണ്ട്. ശുദ്ധമായ ഭാഷ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഭാഷ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ഭാഷയും സാഹിത്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഈ മേഖലയിലേക്ക് വന്നപ്പോൾ കുറച്ച് ഗുണം ചെയ്തു. അധ്യാപകനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണോ ഇഷ്ടം, ഒരു നടനാണോ ഇഷ്ടം? അത് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു അധ്യാപകൻ തീർച്ചയായിട്ടും കലാപരമായ കുറച്ച് കഴിവുകൾ കൂടിയുള്ള ഒരാളാണ് എങ്കിൽ അത് അധ്യാപനത്തെ ഒരുപാട് സഹായകരമായ രീതിയിൽ പഠിപ്പിക്കുന്ന സമയത്തോ? തീർച്ചയായിട്ടും. കാരണം ഒരു കലാകാരനാണ് എങ്കിൽ എത്ര നമുക്ക് താല്പര്യമില്ലാത്ത ഒരു വിഷയമാണെങ്കിൽ ശരി, ആ പഠിപ്പിക്കുന്നതിൻ്റെ കലാപരമായ ഒരു സംഗതി കൊണ്ട് കുട്ടികൾക്ക് അതിനകത്തൊരു ആകർഷകത്വം തോന്നും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം അപ്പോൾ നല്ലൊരു കലാകാരനായ അധ്യാപകനാണ് എങ്കിൽ അത് അധ്യാപനത്തിന് കൂടുതൽ ഗുണം ചെയ്യും. കുട്ടികൾ കുറച്ചുകൂടെ താല്പര്യത്തോടുകൂടി കേട്ടുകൊണ്ടിരിക്കും. നമ്മുടെ ഇടയ്ക്കൊരു കഥ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ കുറച്ചുകൂടെ ഒരു താല്പര്യം വരും അവർക്ക്. അതുകൊണ്ട് അധ്യാപകൻ, കലാകാരനായ ഒരു അധ്യാപകനായിരിക്കുക, അതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സാർ ഒരു അധ്യാപകനാകുമ്പം പോലും തന്നെ
സാറിൻ്റെ ശബ്ദം കേട്ടിരിക്കാൻ തന്നെ തോന്നും കേട്ടോ. വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ടോ? അതെ അതെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ അതിൻ്റെ കഥ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എൻ്റെ ആദ്യ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ, കാസർഗോഡ് വെച്ചാണ് ആദ്യ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ 2 വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത് വന്നു. വന്നിട്ട് നിങ്ങളുടെ ശബ്ദം വളരെ ആകർഷകമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിച്ചു, ക്ലാസ് മോശമായി പോയോ? അങ്ങനെയല്ല, ക്ലാസ്സിൽ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഈ ശബ്ദവും അതിൻ്റെ ഒരു മോഡുലേഷനും ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ 2 വിദ്യാർത്ഥികൾ പിൽക്കാലത്ത് അതേ കോളേജിൽ മലയാളം അധ്യാപകരായി തന്നെ വിരമിക്കുകയും ചെയ്തു. അതിൽ ഒരാൾ മരിച്ചു, ഒരാളിപ്പോൾ ജീവിച്ചിരിക്കുന്നു. ഓക്കെ സാർ, ഈ മലയാള സിനിമയിൽ ഡബ് ചെയ്യുമ്പോഴും സീരിയലിൽ ഡബ് ചെയ്യുമ്പോഴും നമ്മൾ വ്യത്യാസങ്ങളുണ്ടോ? അല്ല, വ്യത്യാസം രണ്ടിടത്തും നമ്മളൊരു കഥാപാത്രത്തിനാണ് ഡബ് ചെയ്യുന്നത്. അതെ, സീരിയലായാലും സിനിമയായാലും ഒരു കഥാപാത്രത്തിനാണ് ഡബ് ചെയ്യുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഡബ് ചെയ്യാന്നുള്ള അല്ലാതെ സീരിയലിനൊരു ഡബിങ് സിനിമയ്ക്കൊരു ഡബിങ് അങ്ങനെ ഇല്ല. മോഡുലേഷൻ വ്യത്യാസം വരും അല്ലേ? മോഡുലേഷൻ വളരെ വ്യത്യാസം, ആ കഥാപാത്രത്തിനനുസരിച്ചുള്ള മോഡുലേഷനേ വരുള്ളൂ. അല്ല, വ്യത്യാസം വരുന്നില്ല. വ്യത്യാസം ഉള്ളത് ഇപ്പോൾ ആദ്യകാലം ഞങ്ങളൊക്കെ ഡബ് ചെയ്യാൻ പോകുമ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിയ സ്ക്രീനായിരിക്കും, വലിയ സ്ക്രീനിലായിരിക്കും പടം വരിക. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു സൗകര്യമുണ്ട്, ലിപ്പിൻ്റെ അനക്കമോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഇത് പലപ്പോഴും ഈ എന്താണ് നമ്മുടെ പെട്ടിയിലാണ്, ടി വിയിലാണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഇൻറ്റിമേറ്റായിട്ട് അത് നോക്കി കാണേണ്ടി വരും. അത്രയും ഒരു സൗകര്യം അങ്ങനെയുള്ളൂ. അതല്ലാതെ സിനിമയിലായാലും സീരിയലിലായാലും ഒരു കഥാപാത്രത്തിന് ഡബ് ചെയ്യുന്നു, ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നു. അതാണ് വേണ്ടത്. സാർ, ഒരു നടനാണെങ്കിലും ഒരു നടിയാണെങ്കിലും ഒരു സീരിയലിലോ സിനിമയിലോ അഭിനയിച്ച ഫെയിം കിട്ടും, പുറത്തിറങ്ങുമ്പോൾ 4 പേര് തിരിച്ചറിയും. മറ്റ് ഡബ്ബിങ് ആർട്ടിസ്റ്റിൽ നിന്ന് സാറിനെ വ്യത്യസ്തനാക്കുന്നത് ഈ ഒരു സ്വരത്തിൻ്റെ മോഡുലേഷനും അല്ലെങ്കിൽ ഒരു സ്വരം തന്നെയാണ്. ഞാൻ കേട്ടൊരു കഥയുണ്ട്. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന സമയത്ത് റോഡിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അങ്ങനെ ഒരു പോലീസുകാരൻ വരുമ്പോൾ ശബ്ദത്തിൽ നിന്ന് തന്നെ നോട്ട് ചെയ്യുന്നു. എന്തായിരുന്നു എൻ്റെ യഥാർത്ഥ കഥ? അത് ഞാൻ ഈ അടുത്ത കാലത്തൊരു ഏറ്റവും ഒടുവിലിറങ്ങിയ എൻ്റെ ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ പേര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒന്നാണ്. ഇങ്ങനെ അവിശ്വസനീയമായ കുറേ കഥകളുണ്ട്. ഓക്കെ. അത് ഞങ്ങളൊരു ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് മടങ്ങുമായിരുന്നു തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഇടയ്ക്ക് പാതിരാത്രിയായി, 1 മണിയോളമായി. വണ്ടികളൊക്കെ തടഞ്ഞിട്ട് പരിശോധിക്കുന്നത്, എന്തോ ഒരു വിവരം കിട്ടിയിട്ടോ മറ്റോ വണ്ടികൾ പരിശോധിച്ചാവാം. അപ്പോൾ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ളതുകൊണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്ന മുകുന്ദൻ എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ കൂടെ, അല്ല, മുകുന്ദൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് അന്ന് അറിയപ്പെടുന്നത് എന്നേക്കാൾ, അന്ന് ഞാൻ അങ്ങനെ അറിയുന്ന ഒരാളൊന്നും അല്ല. അപ്പം മുകുന്ദനെയും വിളിച്ചുകൊണ്ട് ഞാൻ ഈ പോലീസ് ഓഫീസിൻ്റെ അടുത്തേക്ക് ചെന്നു. രാത്രിയിലാണ്, 12 മണി 1 മണി ഏണ്ടായി. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ഇയാൾ എന്തൊക്കെ എഴുതുന്നുണ്ട്, ആരുടെയോ കടലാസൊക്കെ നോക്കി വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ 1 മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആ പോലീസ് ഓഫീസർ കണ്ണെടുക്കാതെ തന്നെ അലിയാ സാറല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ വീണ്ടും അയാൾ അങ്ങനെ തന്നെ, അല്ല സാർ എവിടെ പോയിട്ട് വന്നു? ഞാൻ പറഞ്ഞു, ഒരു ആവശ്യത്തിന് പന്തളത്തൊരു ഷൂട്ടിംഗ് ഉണ്ട്, അവിടെ പോയിട്ട് വരികയാണ്. സുഖമായിരിക്കുന്നു സാർ, പോയിക്കോ. ഞാൻ ചോദിച്ചല്ല, മനസ്സിലായില്ല. പറഞ്ഞു, ആർട്സ് കോളേജിൽ ഞാൻ പഠിച്ചിരുന്നു, അപ്പോൾ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് സർക്കിൾ ഇൻസ്പെക്ടറായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ പലയിടത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്. അപ്പം ബന്ധങ്ങളെന്ന് പറയുമ്പോൾ എപ്പോഴും വലുതായിരിക്കും അല്ലേ? അധ്യാപകരിൽ നിന്നുള്ള ബന്ധം, ഡബ്ബിങ്ങിൽ നിന്നുള്ള ബന്ധം, അഭിനയത്തിലുള്ള ബന്ധം വലിയൊരു സർക്കിളാണോ ജീവിതത്തിൽ? അത് ഏറ്റവും വലിയ ബന്ധം അധ്യാപക വിദ്യാർത്ഥി ബന്ധം തന്നെയാണ്, സംശയമില്ല. അതിനൊരു സുഖം റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പം ഞാൻ അനുഭവിക്കുന്നു. കാരണം മിക്കവാറും ഏത് മേഖലയിൽ ചെന്നാലും നമ്മളൊരു വിദ്യാർത്ഥി കാണും. അത് ഏത് മേഖലയാണെങ്കിലും. കാരണം ഞാൻ ആർട്സ് കോളേജിൽ 12 വർഷം ഉണ്ടായിരുന്നു. അക്കാലത്ത് ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മെഡിക്കൽ പഠനത്തിനായി പോകുന്നത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്നാൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയാണ്. എഞ്ചിനീയർമാർ കാണും, കോളേജ് അധ്യാപകർ കാണും, ഏതെങ്കിലും ഓഫീസുകളിൽ ചെന്നാൽ കാണും. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യം സഹായിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി നമ്മളെ കണ്ടിട്ട് വരും, എന്താ സാർ വന്നതെന്ന് ചോദിക്കും, കാര്യം പറയും പെട്ടെന്ന് തന്നെ. അത് മിക്കവാറും ഓഫീസുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒരാൾ കാണും. അത് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ട്. സീരിയലുകളിലും സിനിമകളിലും എടുത്തു നോക്കിയാലും ഒരു കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് കൊടുക്കുന്ന ശബ്ദങ്ങളാണല്ലോ. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ ഡബ്ബിങ് ചെയ്യുന്ന സമയത്ത് സാറിനെ കരയിപ്പിച്ച ഒരു ഡബ്ബിങ് സീക്വൻസ് ഉണ്ടോ എപ്പോഴെങ്കിലും? അല്ലാതെ എനിക്ക് ഏറ്റവും ഒരു വെല്ലുവിളിയായി തോന്നിയതും ഏറ്റവും വിഷമിച്ച് ഞാൻ ഡബ് ചെയ്തതുമായ ഒരു സന്ദർഭമുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഗാന്ധി സിനിമ മലയാളത്തിലേക്ക് മൊഴി മാറ്റിയപ്പോൾ അതിലൊരു ചെറിയ കഥാപാത്രം കൊണ്ട് 2 മിനിറ്റ് ദൈർഘ്യമേ വരുള്ളൂ, ഒരു സീനേ ഉള്ളൂ.
അത് ഓംപുരിയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഈ കമ്മ്യൂണൽ റൈറ്റ് സാമുദായിക ലഹളയിൽ അയാളുടെ മകൻ കൊല്ലപ്പെട്ടതിന് ശേഷം പ്രതികാരം ചെയ്യാനായി പോകുന്ന ഓംപുരി എന്ന് പറയുന്ന ആ കഥാപാത്രം, അദ്ദേഹം ചെയ്ത കഥാപാത്രം അവസാനം ഗാന്ധിജിയുടെ അടുത്ത് വന്ന് ഗാന്ധിജിയുടെ സംഭാഷണത്തിലൂടെ അയാൾ പശ്ചാത്തപിച്ച് കത്തി താഴെയിട്ട് കരയുന്നു. അതാണ് അത്. അപ്പോൾ അത് 2 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷേ എന്നാലും ചെയ്യാൻ ഞാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടിപ്പോയത് അതാണ്. അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയി ചെയ്തപ്പോൾ. ഈ ശബ്ദം കൊണ്ട് ഉണ്ടായ ഗുണങ്ങളും ദോഷങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ദോഷങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം എപ്പം വിളിച്ചാലും ആളുകൾ തിരിച്ചറിയും, പെട്ടെന്ന് ആൾക്കാർ അറിഞ്ഞു തുടങ്ങും. അപ്പം ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണ്? അത് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ശബ്ദം കൊണ്ട് യാതൊരു ദോഷവും ഉണ്ടായിട്ടില്ല, ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഒരിടത്തൊരു ബില്ലടയ്ക്കാൻ ചെന്നാലോ പെട്ടെന്ന് ചിലപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞിട്ട് ഇതിൻ്റെ ആളല്ലേ എന്താ സാറിഞ്ഞു പോകും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ല ദോഷമൊന്നും സംഭവിച്ചിട്ടില്ല. അടുത്ത കാലത്ത് എൻ്റെ കൂടെ BA-ക്കും MA-ക്കും പഠിച്ച ഒരു ആൾ 71-ലാണ് ഞങ്ങൾ പിരിയുന്നത്. അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ ഒരിക്കലും എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഇപ്പോൾ ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ. ഫോൺ കോൾ വന്നപ്പോൾ തെറ്റി വന്ന ഫോണാണ്. അവിടെ നിന്ന് ചോദിക്കുന്ന ആൾ അനിൽകുമാർ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അല്ല, നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയതാണ്, നിങ്ങൾ നമ്പർ നോക്കി വിളിക്കൂ എന്ന് പറഞ്ഞു. 2-3 കഴിഞ്ഞാൽ വീണ്ടും വിളി വന്നു. അപ്പോൾ ഞാൻ എടുത്തില്ല. വീണ്ടും വിളിക്കുന്നു. അപ്പോൾ ശരിക്കും നമുക്കൊരു അല്പം ദേഷ്യമൊക്കെ വരുമല്ലോ. നമ്മുടെ സുഹൃത്തെ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അനിൽകുമാർ അല്ല. ഉടനെ അവിടെ ഇങ്ങോട്ട് അലിയാറല്ലേ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ അതെ. എന്ന് വെച്ചാൽ ആരാണ്? ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഈ 71-ന് ശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ലാത്ത എൻ്റെ സഹപാഠിയാണ്. ഞാൻ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റാത്ത ഒരു നിമിഷം. സന്തോഷം. അതെ. പിന്നെ ഞങ്ങൾ നിരന്തരമായിട്ട് ഫോൺ ചെയ്യൊക്കെ ഉണ്ട്. അത് അങ്ങനെയൊക്കെ ചില സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. സാറേ, ബന്ധങ്ങൾ സാറിൻ്റെ ഏതെടുത്ത് നോക്കിയാലും ഒരു വ്യക്തി സാറിനെ വിശ്വസിച്ച് ഒരു സ്റ്റുഡിയോ ഏൽപ്പിക്കുന്നു, സാറ് സന്തോഷമായിട്ട് ആ സ്റ്റുഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റാരുമല്ല, മലയാളികളുടെ ഇന്നും എക്കാലത്തെയും സ്വന്തം മമ്മൂക്കയുമായിട്ടൊരു ബന്ധം എന്തായിരുന്നു? അല്ല, അത് സ്റ്റുഡിയോ ഏൽപ്പിച്ചതല്ല. അത് അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സീരിയലിൻ്റെ പ്രൊഡക്ഷൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചതാണ്. ജ്വാലയായി എന്ന് പറയുന്നത്. അത് 2000 മാർച്ച് 27-ന് ദൂരദർശനിൽ തുടങ്ങിയ ഒരു സീരിയലാണ്. ഞാനൊന്ന് കോളേജ് അധ്യാപകനായിട്ട് യൂണിവേഴ്സിറ്റി കോളേജ് വർക്ക് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു ജോലി എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ അതൊരു കുറച്ചൊരു കഠിനമായ പണിയായിരുന്നു. കാരണം ഈ ദിവസവും സീരിയലിൽ പോകാമെന്ന് പറഞ്ഞാൽ ഓൾറെഡി ജോലിയും ഉണ്ട്, അധ്യാപകനുണ്ട്. ഞാൻ വൈകിട്ട് എല്ലാ ദിവസവും 4 മണിക്ക് കോളേജിൽ നിന്ന് ലൊക്കേഷനിൽ പോവുക. അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ പോയിട്ട് പിറ്റേത്തെ എപ്പിസോഡ് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ഡബിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കുക. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അതൊരു ഗംഭീര വിജയമായിരുന്നു. അതിൻ്റെ അവസാനമാണ് അദ്ദേഹം ഒരു സ്റ്റുഡിയോ തുടങ്ങാൻ തീരുമാനിച്ചൊരു സ്റ്റുഡിയോ തുടങ്ങി. അങ്ങനെയാണ് അതിൻ്റെ ചുമതല. നല്ല മമ്മൂക്കയുമായിട്ടൊരു ബന്ധം എന്താണ്? ബന്ധം ഈ സീരിയലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ അടൂർ സാറിൻ്റെ പടങ്ങളിൽ അഭിനയിക്കാൻ വന്നപ്പോൾ കുറച്ചുകൂടി അടുത്ത് കാണാനും പരിചയപ്പെടാനും സൗകര്യം ഉണ്ടായി. കാരണം അത് വലിയ തിരക്കും ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു സെറ്റായിരുന്നു. അപ്പോൾ അവിടെ വെച്ചൊക്കെ കുറച്ചുകൂടെ അടുത്ത് ബന്ധപ്പെടാനും ലോഹ്യം കൂടാനും ഒക്കെ അവസരം ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെ സീരിയലും ഒക്കെ ചെയ്യേണ്ടി വന്നത്. ഈ തിരുവനന്തപുരത്ത് എന്താവശ്യം മമ്മൂക്കയ്ക്ക് ഉണ്ടെങ്കിലും ഫസ്റ്റ് കോൾ വരുന്ന അലിയാർ സാറിനാണ് കേട്ടതിൽ സത്യമാണ്? അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നേക്കാൾ മുമ്പ് എത്രയോ പേരെ വിളിക്കാം. എന്നാലും സാറുമായിട്ടൊരു ബോണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് വന്നാൽ അന്ന് ഈ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ അറിയാറുണ്ട്. ഞാനവിടെ പോവും, കാണും. എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും പുസ്തകം വേണമെങ്കിലും അതൊക്കെയാണ് പലപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്നത്. ഇന്ന പുസ്തകം എവിടെയെങ്കിലും കിട്ടും, അതൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ മേടിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട്. അതല്ലാതെ എന്നേക്കാൾ മുമ്പേ പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ ആരെന്തോ ഇടയിൽ ചെയ്യാനോട് എത്രയോ ആളുകളുണ്ട്. അടുത്തറിഞ്ഞ അലിയാർ സാറിന് മമ്മൂക്കയിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റിയത്? അല്ല, അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്നല്ല, നമ്മുടെ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത്തോളം കാലം ഇപ്പം തൊഴിലിനോട് ഇത്രയധികം ഒരു ഡെഡിക്കേഷനുള്ള ആളുകൾ അതിപ്പം വളരെ കുറവാണ്. ഇപ്പം ലാലിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 4 മണിക്കൊക്കെ അദ്ദേഹം പോയി അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങൾക്ക് എന്താണ് ഇത്രയും പോയി ചെയ്യേണ്ട വല്ല കാര്യമുണ്ടെന്ന് അന്നേരം തോന്നിപ്പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ നല്ല ആർട്ടിസ്റ്റുകളുടെ ഗുണമാണ്.
നെടുമുടി വേണു ഇവിടെ ഈ സീരിയലിൽ അഭിനയിക്കുമ്പോൾ സിനിമ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു എപ്പിസോഡിൽ പോലും ഡബ് ചെയ്യാൻ വേണ്ടി നമുക്ക് വിളിക്കേണ്ടി വന്നിട്ടില്ല. പുള്ളി കൃത്യമായിട്ട് അത് വിളിച്ച് ചോദിച്ചിട്ട് വരും. അത് ഈ തൊഴിലിനോടുള്ള ഒരു ആത്മാർത്ഥതയും പ്രൊഫഷണലിസവുമാണ്. അതാണ് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ ഈ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് നമ്മുടെ ഇപ്പോൾ ഉള്ളവരുടെ എല്ലാം ഒരു ഗുണം അതാണ്. ഒന്നാം തരം സമയം സൂക്ഷിക്കുന്നവരും തൊഴിലിനോട് ആത്മാർത്ഥതയുള്ളവരും പക്ക പ്രൊഫഷണൽ ആയിട്ട് ആ തൊഴിലിനെ ഒരു തൊഴിലായിട്ട് തന്നെ കാണുന്നവരാണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ഗുണമെന്ന് പറയുന്നത്. അത് തന്നെ ഈ തൊഴിലിനോടുള്ള ആത്മാർത്ഥത അല്ലെങ്കിൽ പഞ്ച്വാലിറ്റി ഇന്ന് എത്ര നടൻ നടിമാർക്കുണ്ട്? അല്ല, അത് നമ്മളങ്ങനെ വിലയിരുത്താൻ ഒന്ന് ഞാനങ്ങനെ ഒരു വളരെ ലൈവ്ലി ആയിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന ഒരാളല്ല. 4-5 പടത്തിലൊക്കെ ചിലപ്പോൾ അഭിനയിക്കും. അപ്പോൾ താരതമ്യം ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ കുറച്ചുകൂടെയൊക്കെ ആലസ്യമായ ജീവിതം നയിക്കുന്നവരെ കണ്ടേക്കാം, എനിക്കറിയില്ല. അപ്പോൾ പലരും പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേർ പഴയതുപോലൊന്നും അല്ല, ഇപ്പോൾ അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് നേരിട്ട് പരിചയമില്ലാതെ ആരെങ്കിലും കുറിച്ച് നമ്മൾ മോശമായ അഭിപ്രായം പറയുന്നത്. 90-80 കാലഘട്ടത്തിൽ ജനിച്ചവരെ ഇപ്പം 2K കിഡ്സ് എന്ന് പറയുന്ന പിള്ളേർ വിളിക്കുന്ന തന്തവൈബ് എന്നാണ്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതോ തന്തവൈബ് തന്നെയാണോ നല്ലത്? അത് അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ഈ ചെറിയ പുതുതായിട്ടൊക്കെ വന്നവരുടെ കൂടെ ചില പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അസാമാന്യമായ പ്രതിഭയുള്ള ആളുകളുണ്ട് ഇതിനകത്ത്, ഒരു സംശയമില്ല. നല്ല മിടുക്കരായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് ആ മലയാള സിനിമയ്ക്ക് അതൊരു ശോഭനമായ ഭാവി തന്നെ ഉണ്ട് എന്ന് ഒരു സംശയമില്ല ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു സംശയമില്ല. നല്ല മിടുക്കരായിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലായാലും ശരി, പടങ്ങൾ ചെയ്യുന്ന കാര്യത്തിലായാലും ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തിൽ ഇതൊന്നും അറിയാൻ മേലാത്ത ചിലരൊക്കെ വന്നു വിടും. അത് ഏത് മേഖലയിലും അങ്ങനെയൊക്കെ. ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, ഓപ്പണായിട്ട് തന്നെ ചോദിക്കുകയാണ്. ചില ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് ഡബ്ബ് ചെയ്യാനായിട്ട് അല്ലെ സൗണ്ടിനൊരു മോഡുലേഷൻ കൂട്ടുവാനായിട്ട് ഒരു സിഗരറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഒരു സംശയം വേണ്ട. അത് ശബ്ദത്തെ കൊല്ലുന്ന ഒരു സാധനം തന്നെയാണ്. ആവശ്യമില്ല പറയുന്നത്. സാറിൻ്റെ ജീവിതത്തിൽ ഈ ശബ്ദത്തെ നിലനിർത്താനായിട്ട് എന്തൊക്കെ ആഹാരങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഞാൻ ഒരു ശബ്ദം നിലനിർത്താൻ പ്രത്യേകമായി യാതൊന്നും ചെയ്യാത്ത ഒരാളാണ്. ചെയ്യത്തില്ല, ഒന്നും ചെയ്യാറില്ല. സാധാരണ പോലെ ജീവിക്കുന്ന അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ശബ്ദം നിലനിർത്താൻ വേണ്ടി തണുത്തത് കഴിക്കാതിരിക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ അങ്ങനെയുള്ള യാതൊരു നിഷ്ഠകളും പാലിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. ഇന്ന് അലിയാർ സാറിൻ്റെ ശബ്ദവും അലിയാർ സാറിനെയും മലയാളികൾക്കറിയാം. കുടുംബം എന്താണ്? ആരൊക്കെയുണ്ട്? കുടുംബം, എനിക്ക് ഭാര്യ, 2 പെൺകുട്ടികൾ. 2 പേരും വിവാഹിതരാണ്. മരുമക്കൾ 2 പേരും വിദേശത്താണ്. മക്കൾ 2 പേരും അധ്യാപികമാരാണ്. അച്ഛൻ്റെ പാത തന്നെ പിന്തുടർന്നു. പിന്നെ 4 കൊച്ചുമക്കളുണ്ട്. ഞങ്ങൾ സുഖമായിട്ട് തിരുവനന്തപുരത്ത് സന്തോഷമായിട്ട് പോകുന്നു. ഭാര്യ കേരള യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥയായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ സുഖമായിട്ട്, ഞാൻ 50 വർഷം ആകാറായി തിരുവനന്തപുരത്ത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ട്. ഇവിടെ തന്നെ സെറ്റിൽ ചെയ്ത് ഇവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ അധ്യാപകനായിട്ട് പോകുമ്പോഴും ഈ തിരുവനന്തപുരത്ത് ഇത്രമേൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? തിരുവനന്തപുരം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാൻ 50 വർഷം ആകാൻ പോകുന്നു. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാം, ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് ഞാൻ വരുന്ന കാലത്ത് 2-3 വീടുകളുണ്ടായിരുന്നു. ബാക്കി അവിടെ മുഴുവൻ ഇപ്പോൾ വീടുകളായി. ഇതിലൊരു 90% പുറമേ നിന്ന് എന്നെ പോലെ വന്നവരാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരികയും ഇവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്യും. ഒന്ന്, ഈ പട്ടണത്തിൻ്റെ ഒരു ഗുണം, ഈ നഗരത്തിൻ്റെ ഒരു ഗുണം, നിങ്ങളെ എത്ര പൈസ ഉണ്ടെങ്കിലും ചിലവാക്കി ജീവിക്കാം. ആഡംബരമായിട്ടും ജീവിക്കാം, എത്ര കുറച്ച് പൈസ ഉണ്ടെങ്കിലും ജീവിക്കാം. അങ്ങനൊരു സൗകര്യമുണ്ട്. മറ്റൊന്ന്, തലസ്ഥാന നഗരമല്ലേ. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് കയറി ഇറങ്ങാനും എന്താവശ്യത്തിനും ഒക്കെ പറ്റിയ ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ധാരാളം ആശുപത്രികൾ, അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇത്രയും പ്രൊഫഷണലായിട്ട് സാറ് നിൽക്കുന്ന സമയത്ത് ഇന്ന് ഒരുപാട് ആളുകൾ ഡബ്ബിങ്ങിലോട്ട് വരുവാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ഈ ഡാഫ്റ്റ് എന്ന് പറയുന്നൊരു സംഘടനയുടെ രക്ഷാധികാരിയാണ്. വളരെ സീനിയറായിട്ടുള്ള ഒരാളെന്നുള്ളതിൽ ഭരണത്തിലല്ല, ഒരാളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെടാൻ, മെമ്പർഷിപ്പ് എടുക്കാനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകാനും വേണ്ടി ഒരു ഓഡീഷൻ വെച്ചപ്പോൾ 100 കണക്കിന് ആളുകളാണ് വന്നത്. 100 കണക്കിന് കാൻഡിഡേറ്റ്സ് വന്നു. ഇതിൽ നല്ല കഴിവുള്ളവരുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ട ഒരു ചെറിയ ട്രെയിനിങ് കിട്ടാമെങ്കിൽ ഒരുപക്ഷെ നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി വരാൻ സാധ്യതയുള്ള ഒരുപാട് ആളുകളെ ഈ കൂട്ടത്തിൽ കാണാൻ പറ്റും.
അപ്പോൾ അവരോട് പറയാനുള്ളതൊന്നുമല്ല, അവരോട് പറയാനാകെ കൂടി ഒരു കാര്യമുള്ളൂ, ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കുക, അത് കൂടുതൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. ഒരു തൊഴിൽ ചെയ്യുകയാണെങ്കിൽ ആ തൊഴിലിനോട് 100% നീതി പുലർത്തുക. ഒരു കഥാപാത്രത്തെ നമ്മുടെ ശബ്ദം കൊണ്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ആ കഥാപാത്രം അഭിനയിച്ചപ്പോഴെന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അതൊക്കെയാണ് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അഭിനയിച്ചപ്പോൾ അത്ര നന്നായിട്ടുണ്ടാവില്ല, അപ്പം നല്ലൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് വിചാരിച്ചാൽ ചിലപ്പോൾ അതൊന്ന് പരിഹരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. അതായത് ഞാനിപ്പോൾ അഭിനയിച്ചൊരു മോശം അതിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് വിചാരിച്ച് അതിനെ റെഡിയാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം വാചിക അഭിനയം വളരെ പ്രധാനമാണ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു വെച്ചാലും ശരി, ഈ ഡയലോഗ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്, വാചികാഭിനയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു നടൻ്റെ ശബ്ദം ഉപയോഗിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അപ്പോൾ മലയാളി തന്നെ, മലയാള നടന്മാർ എത്രയോ പേരുടെ ശബ്ദം വേറെ ഉപയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒന്നുകിൽ ആ ഭാവത്തെ, ഉദ്ദേശിക്കുന്ന ഒരു ഭാവത്തെ പ്രകാശിപ്പിക്കാൻ ആ ശബ്ദം പോരാ എന്ന് തോന്നുന്നുകൊണ്ട് വരാം. 2, അയാളുടെ ചിലപ്പോൾ ഉച്ചാരണം ശരിയാവില്ല, അല്ലെങ്കിൽ വളരെ കരുത്തനായ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അയാളുടെ ശബ്ദം വളരെ ഫീബിളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചില പോരായ്മകൾ ഉള്ളതുകൊണ്ടാണ് വേറൊരാളുടെ ശബ്ദം കടമെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അഭിനയത്തിലെ ചില പോരായ്മകൾ പരിഹരിക്കാൻ പറ്റും, ഒരു സംശയമില്ല. ഇപ്പോൾ അന്യഭാഷ എന്ന് വരുന്ന നടന്മാരാണെങ്കിൽ അവർക്ക് മലയാളം അറിയത്തില്ല. ഇല്ല, അതെ. ഹിന്ദിയിൽ നിന്നൊരാൾ മലയാളം അറിയത്തില്ല. സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തടത്തൊക്കെ വാക്കുകൾ ചിലപ്പോൾ മുറിച്ചു പോയെന്നിരിക്കുക ഒരു സെൻറ്റൻസിൻ്റെ. അപ്പോൾ പിന്നെ അതൊക്കെ ഫില്ല് ചെയ്യുക, നേരെയാക്കുക എന്നൊക്കെ പറയുന്ന ഒരു ജോലി കൂടി ഇയാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രമേൽ എളുപ്പമുള്ള പരിപാടിയല്ലേ ഡബ്ബിങ്? ഒരിക്കലും അല്ല. നമ്മളൊരു റീക്രിയേഷനാണ്, ഒരു ഭാവത്തിൻ്റെ റീക്രിയേഷനാണ്. അയാളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളെല്ലാം അതുപോലെ നമ്മൾ പ്രതിഫലിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ സ്ക്രീനിൽ അഭിനയിച്ചിരിക്കുന്നു, അയാൾക്ക് ഞാൻ ഡബ് ചെയ്തുകൊണ്ട് നിൽക്കുന്നു, നന്നായിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അയാളുടെ മുഖത്ത് വരുന്ന അതേ ഭാവങ്ങൾ നിങ്ങൾ ക്യാമറ വെച്ചെടുത്ത് നോക്കിക്കോളൂ, എൻ്റെ മുഖത്ത് വരും. അയാൾ ചിരിക്കുമ്പോൾ ഞാൻ ചിരിക്കണം, അയാൾ കരയുമ്പോൾ ഞാൻ കരയണം, അയാൾ ക്ഷോഭിക്കുമ്പോൾ ഞാൻ ക്ഷോഭിക്കണം. ഇത്രയും അതുപോലെ ഇവിടെയും വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്കും അഭിനയം അറിയാം? തീർച്ചയായിട്ടും. വാചികാഭിനയം എന്ന് പറയുന്നത് 4 തരത്തിലുള്ള അഭിനയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാചികാഭിനയം. 4 തരം എന്തൊക്കെയാണെന്ന് പറയും? 4 തരം എന്ന് പറഞ്ഞാൽ ആഹാര്യം, നമ്മുടെ കോസ്റ്റ്യൂം, പിന്നെ ഭാവാഭിനയം, അതാണ് മറ്റൊന്ന്, പിന്നെ ആംഗികം, കൈകൊണ്ടുള്ള ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം, ഇങ്ങനെ ചതുർവിധ അഭിനയങ്ങളാണ് ഭരതമുനി പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാചികാഭിനയം എന്ന് പറയുന്നത്. അതാണ് ഈ ഡബ്ബിങ്ങിൽ അയാൾ ശബ്ദം കൊടുക്കുന്നത്. കഥാപാത്രം അവതരിപ്പിക്കുമ്പോൾ ശബ്ദത്തിലൂടെയുള്ള അഭിനയത്തിനാണ് വാചികാഭിനയം എന്ന് പറയുന്നത്. ഇന്ന് മലയാള സിനിമയിൽ സാറ് കണ്ട അഭിനയിക്കുന്ന നടനിൽ തന്നെ ഇഷ്ടപ്പെട്ടൊരു വോയിസ് ഏതായിരിക്കും? ഒരുപാടുണ്ടെങ്കിലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായ സ്റ്റൈലുണ്ട്, ഇല്ലേ? ഓരോരുത്തർക്കും ഉണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി ആദ്യകാലത്ത് സുരേഷ് ഗോപിയുടെ ശബ്ദം ശരിയല്ല എന്ന് പറഞ്ഞ് അവർ ഡബ് ചെയ്യിച്ചിട്ടില്ല. ശബ്ദം ശരിയല്ലെന്ന് അവർ ചെയ്യിച്ചിട്ടില്ല. ആദ്യകാലം ചെയ്തിട്ടില്ല. മമ്മൂട്ടി പോലും സ്ഫോടനം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ശബ്ദമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ട്. പിന്നെയാണ് അവരവരുടെ ശബ്ദം എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതും അവർ തന്നെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പലപ്പോഴും വന്നു പോയിട്ടുണ്ട്. അന്നത് കേട്ടപ്പോൾ ശരിയല്ല, നന്നായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടാവാം. അദ്ദേഹം സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കാലം മാറിയപ്പോൾ അത് തെളിയിച്ചു. ആലോചിച്ച് നോക്കുക, മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ശബ്ദം അവരല്ലാതെ വേറെ ആരെങ്കിലുമാണ് ചെയ്യുന്നതെങ്കിൽ അവരെന്തായി പോയത്? ഒരിക്കലും ഇന്ന് കാണുന്ന രീതി വരത്തില്ല. അവരുടെ ശബ്ദവും കൂടെ ചേരുന്നതാണ്, അതിൻ്റെ മോഡുലേഷനും അതിൻ്റെ സംഭാഷണ ശൈലിയുമാണ് അവരാക്കി മാറ്റിയത്. ഇന്നസെൻറ്റിൻ്റെ ശബ്ദം, മാമുക്കോയുടെ ശബ്ദം വേറെ ഒരാൾ ചെയ്താൽ ഇതുപോലെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ മോഡുലേഷനിലും ആ റെൻഡറിങ് സ്റ്റൈലിലുമാണ് അവരുടെ അഭിനയം കിടക്കുന്നത്. സാറേ, പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ്, അങ്ങനെ ഒരു പ്രോജക്റ്റുകൾ ഏറ്റെടുത്തൊന്നും ചെയ്യുന്ന ഒരാളല്ല. ഞാൻ സഫാരി എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നുണ്ട്. ഞാൻ അഭിനയിച്ച 1-2 സിനിമകൾ വരാനുണ്ട്. ഉർവശി പ്രധാന വേഷത്തിൽ അഭിനയിച്ച ഒരു സിനിമ വരാനുണ്ട്. അതല്ലാതെ റിവോൾവർ റിംഗോ എന്ന് പറയുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണനൊക്കെ അഭിനയിച്ച ഒരു സിനിമ വരാനുണ്ട്. അങ്ങനെ 1-2 സിനിമകൾ വരാനുണ്ട്. പിന്നെ ഈ ഡബ്ബിങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇത് തന്നെ. സാറേ, ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ മലയാളികൾക്ക് എക്കാലത്തും എന്നും ഈ ശബ്ദം കേൾക്കുവാൻ ഭാഗ്യം കിട്ടട്ടെ. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. വളരെ സന്തോഷം. നിങ്ങളൊരു ചാനലിന് വേണ്ടി, യൂട്യൂബ് ചാനലിന് വേണ്ടി എന്നെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുകയും എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരോടുള്ള നന്ദിയും കടപ്പാടും നിങ്ങളോടുള്ള സ്നേഹവും അറിയിക്കുന്നു.
നമസ്കാരം. നമസ്കാരം.